നമ്മൾ ഇന്നൊരു വണ്ടർഫുൾ ആയിട്ടുള്ള സെക്ഷനിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. ഡയമണ്ട് ക്ലബ്ബ് ട്രെയിനിങ്ങിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മോദി കെയറിൽ പ്രവർത്തിക്കുന്ന ഓരോ കൺസൾട്ടന്റുമാർക്കും അവരുടെ ജീവിത സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായി ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി പ്രാപ്തരാക്കി എടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായും ഈ ട്രെയിനിങ് തുടങ്ങിയതിനു ശേഷം ധാരാളം ആൾക്കാർ സ്വന്തം നിലയിൽ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങളുള്ള കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയും ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ പരിശീലനങ്ങൾ, അറിവുകൾ, തിരിച്ചറിവുകൾ ഇതെല്ലാം നമ്മുടെ വർഷങ്ങളായുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാറ്റ്ഫോം നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതിലൂടെ ബിൽഡിംഗ് യുവർ മോദി കെയർ എംപയർ, മോദി കെയറിന്റെ ഒരു ബിസിനസ് സാമ്രാജ്യം സൃഷ്ടിച്ചുകൊണ്ട് എന്തൊക്കെയാണോ നിങ്ങളുടെയും നിങ്ങളുടെ ഡൗൺലൈൻസിന്റെയും ജീവിതത്തിൽ ഇന്നുവരെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയാത്തത് അതൊക്കെ നേടിക്കൊടുക്കാൻ സഹായിച്ചുകൊണ്ട് ഒരു മോഡി കെയർ, ശക്തമായ ഒരു മോഡി കെയർ ബിസിനസ് ബിൽഡപ്പ് ചെയ്തെടുക്കാം. ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും അതിശയകരമായിട്ടുള്ള, ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഒരു ആശയമാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഈ ആശയത്തില് ഓരോ സാധാരണക്കാരന്റെ ജീവിതവും അസാധാരണമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു മഹത്തായ ഒരു പ്രസ്ഥാനമാണ് മോഡി കെയർ എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാര്യം ഇന്ന് ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ നമ്മുടെയൊക്കെ ഗോഡ് ഫാദർ ആയിട്ടുള്ള മിസ്റ്റർ സമീർ മോഡി, ഈ എൻ്റെ പിന്നിൽ കാണുന്ന, നമ്മൾ മുന്നേ നിന്ന് നയിക്കുന്ന സമീർ മോഡി സാറിന്റെ ബർത്ത്ഡേ ആണ്. അദ്ദേഹത്തിന്റെ 52ാം ബർത്ത്ഡേ എന്നാണ് പറയപ്പെടുന്നത്. എന്തു തന്നെയായാലും ശരി തന്നെ അദ്ദേഹത്തിന് വളരെ സന്തോഷകരവും ദീർഘായുസ്സും ഈ ബർത്ത്ഡേ ദിനത്തിൽ നൽകി 100 ബർത്ത്ഡേകൾ ആഘോഷിക്കാനും ഈ ബിസിനസ് അവസരത്തിലൂടെ കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, സാധാരണക്കാരന്റെ ജീവിതം മാറ്റിയെടുക്കാനും അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുക. God bless you. Live long. God bless. വളരെ കാലം ജീവിക്കട്ടെ. കാര്യം അദ്ദേഹത്തിലൂടെ ധാരാളം കുടുംബങ്ങൾക്ക് जन्मदिन मुबारक हो समीर जी. താങ്ക് യു ചിത്ര മാം. നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള അഭിവാദ്യങ്ങളാണ്, ആശംസകളാണ് അദ്ദേഹത്തിന് നമ്മൾ നേർന്നിരിക്കുന്നത്. സോ ഡിയർ ഫ്രണ്ട്സ്, അദ്ദേഹം വിഭാവനം ചെയ്യുന്ന ആ ആസ്വാദി എല്ലാവർക്കും ഈ പ്ലാറ്റ്ഫോമിലുള്ള ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയും. അതിനുവേണ്ടി നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത്, അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ്, നമ്മൾ ഈ ട്രെയിനിങ്ങിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ പാലിക്കുമെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു, നമ്മുടെ സ്വന്തം വാം ലിസ്റ്റ് 100 ആൾക്കാരുടെ
ലിസ്റ്റ്, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 100 ആൾക്കാരുടെ ലിസ്റ്റ്, നിങ്ങളുടെ ഓരോ ഡൗൺലൈൻസിന്റെയും ഏറ്റവും വേണ്ടപ്പെട്ട 100 ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റിന്മേൽ വർക്ക് ചെയ്യാനാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ തീരുമാനിച്ചത്. ഈ പ്ലാറ്റ്ഫോമിൽ ഓരോ ദിവസവും നിങ്ങൾ വിജയത്തിലേക്ക് ഓരോ കാൽ വെൽക്കണം. എത്ര താഴ്ചയിൽ നിങ്ങൾ തളർന്നു വീണാലും അടിപ്പതറി വീണാലും ശരി തന്നെ, ഒരു ദിവസം ഒരു സ്റ്റെപ്പ് വെക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടുന്നാണോ വീണത് അതുക്കും മേലെ നിങ്ങൾക്ക് കയറി ചെന്ന് വൻ വിജയം ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയും. പക്ഷെ നമുക്ക് ദൈവം അനുവദിച്ചു തരുന്ന ഓരോ ദിവസവും അത് അന്നുകൊണ്ട് തന്നെ തീരുകയാണ്. പക്ഷെ ആ ദിവസങ്ങളിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ കഴിയണം. ആത്മാർത്ഥമായി നിങ്ങളുടെ ചങ്കിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ, ഇന്ന് ഞാൻ തീർച്ചയായിട്ടും എൻ്റെ വിജയത്തിന് വേണ്ടി, എൻ്റെ ടീമിൻ്റെ വിജയത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് ഞാൻ മുന്നോട്ട് വയ്ക്കും എന്നുള്ള ഉറച്ച തീരുമാനമെടുക്കണം. ഓരോ ദിവസവും നമ്മൾ ഈ ബിസിനസ്സിന് വിജയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ടീമിലുള്ള ആൾക്കാരെ കൊണ്ട് ലോയൽറ്റി അല്ലെങ്കിൽ ഫാസ്റ്റ് സ്റ്റാർട്ട് അല്ലെങ്കിൽ പുതിയ പുതിയ ജോയിനിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതൊക്കെയാണ് ഇതിൽ വിജയിക്കേണ്ടുന്ന അല്ലെങ്കിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ചെയ്യേണ്ടുന്നത്. എന്താണ് ഒരു വിന്നറും ലൂസറും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഒരു വിന്നറുടെ ക്വാളിറ്റി എന്താണ്? ഈ ട്രെയിനിങ് നടക്കുമ്പോൾ നമ്മൾ സ്വയം മുൻവിധിയില്ലാതെ ചിന്തിക്കണം, നമ്മളൊരു വിന്നറുടെ ഹാബിറ്റ്സ് ആണോ, ശീലങ്ങളാണോ നമ്മൾ ശീലിച്ചു വെച്ചിരിക്കുന്നത്, അതോ ഒരു ലൂസറുടെ ഹാബിറ്റ്സും ശീലങ്ങളുമാണോ നമ്മൾ ശീലിച്ചു വെച്ചിരിക്കുന്നത്? മുൻവിധി മാറ്റണം. കാര്യം പലരും മുൻവിധിയോടുകൂടിയാണ് ഈ ബിസിനസ്സിൽ എല്ലാ കാര്യങ്ങളിലും സമീപിക്കുന്നത്. സോച്ച് ബദലോ എന്ന് പറഞ്ഞാൽ പലരും തിരിച്ചു ചോദിക്കുന്നു, ഇനി എന്ത് മാറാനാണ്, ഇനി ഞാൻ എന്ത് മാറാനാണ്? അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരെ ഇനി ദൈവം തമ്പുരാന് പോലും രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതാണ് മുൻവിധി എന്ന് പറയുന്നത്. തീർച്ചയായും എനിക്കും നിങ്ങൾക്കും ധാരാളം മാറുവാനുണ്ട് ഈ ബിസിനസ്സിൽ. കാര്യം ഇനിയും വലിയ വലിയ സക്സസ്സുകൾ നമുക്ക് ഉണ്ടാക്കാനുണ്ട്. വെറും സാധാരണക്കാരായ ആൾക്കാരാണ് വന്ന് ഇതിനകത്ത് 10 ലക്ഷം 15 ലക്ഷം രൂപയൊക്കെ മാസ വരുമാനം വാങ്ങുന്നത്. ഹോട്ടലിൽ വെയിറ്റർ ആയിരുന്ന സാധാരണക്കാരായ ആൾക്കാർ, മീൻ കച്ചവടക്കാരൻ, 5ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ലാത്ത ആൾക്കാർ. അപ്പൊ അവരൊക്കെ നേടാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും നേടാൻ കഴിയും. ആ ഒരു വിശ്വാസമാണ് എല്ലാ വിജയത്തിന്റെയും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തോടെ ദൈനംദിനം നമ്മൾ നമ്മുടെ വിജയത്തിലേക്ക് എത്താനുള്ള പ്രവർത്തികൾ ചെയ്യുക. അതിലൂടെയാണ് വിജയം നേടിയെടുക്കാൻ കഴിയുന്നത്. ഒരു വിന്നർ എപ്പോഴും കമ്മിറ്റ്മെന്റ്സ് എടുത്തുകൊണ്ടേയിരിക്കും. ഞാൻ ഇന്നത് ചെയ്തിരിക്കും. പക്ഷെ ഒരു ലൂസർ എപ്പോഴും പ്രോമിസസ് ആണ്, വാഗ്ദാനങ്ങളാണ് നൽകുന്നത്. ഒരിക്കലും ഫുൾഫില്ല് ചെയ്യാത്ത പ്രോമിസസ്. നമ്മൾ ഈ ഇലക്ഷനൊക്കെ രാഷ്ട്രീയക്കാരുടെ പ്രോമിസസ് പോലെയാണ്. ഇലക്ഷൻ വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയും, റോഡ് നന്നാക്കി തരാം, അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം, ജോലി തരാം, അങ്ങനെയൊക്കെ പല വാഗ്ദാനങ്ങളും, കമ്മിറ്റ്മെന്റ്സ് അല്ല വാഗ്ദാനങ്ങളും തരും. എന്താണ് ഈ കമ്മിറ്റ്മെന്റും പ്രോമിസസും തമ്മിലുള്ള വ്യത്യാസം? കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പൊ ഏറ്റവും വലിയൊരു ഉദാഹരണം നമ്മൾ എടുക്കുകയാണ്. മോഡിക്കിന്റെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി മീറ്റിംഗ് നമുക്ക് തിരുവനന്തപുരത്ത് MLC-യിൽ നടക്കുകയാണ്. അപ്പൊ അതിന് നിങ്ങളുടെ അപ്ലൈൻ നിങ്ങളെ വിളിച്ച് പ്രോഗ്രാം അറിയിച്ചു, നിങ്ങൾ ചെല്ലാമെന്ന് പ്രോമിസ് ചെയ്തു. തീർച്ചയായിട്ടും ഞാൻ 2
ഡൗൺലൈൻസുമായിട്ട് അല്ലെങ്കിൽ 2 പുതിയ ഗസ്റ്റുമായി ചെല്ലാമെന്ന് നിങ്ങൾ അപ്ലൈനോട് പറയാണ്. അപ്ലൈനോട് പറയുന്നത് അതൊരു പ്രോമിസാണ്, വാഗ്ദാനമാണ്. പക്ഷെ ആ പറയുന്ന സമയത്ത് നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണ്. എന്ത് തന്നെ ആയാലും ശരി തന്നെ ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കും, ഞാനൊരു 2 ഗസ്റ്റുമായിട്ട് ഉറപ്പായും പങ്കെടുക്കും. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് മഴ വരുന്നത്. 2 വീലറേ ഉള്ളൂ, പോകാൻ നിവൃത്തിയില്ല. നമ്മളെ ഗസ്റ്റുകളും റെഡിയായി നിൽക്കുകയാണ്, പോകാൻ നിവൃത്തിയില്ല. ഒരു ലൂസർ ആണെങ്കിൽ ഉറപ്പായും ഉടനെ ഒരു റീസൺ, ഒരു എക്സ്ക്യൂസ് കണ്ടെത്തും. കാര്യം മഴയാണ്, വരാൻ കഴിയില്ല. ഇഫ് യു ഹാവ് എ വിന്നർ ആറ്റിറ്റ്യൂഡ്, വിജയിക്കണമെന്നുള്ള ഉറച്ച ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവമുള്ള വ്യക്തിയാണെങ്കിൽ ആ ബൈക്ക് അവിടെ വെച്ചിട്ട് ഒരു ഓട്ടോ പിടിച്ച് നിങ്ങൾ ആ 2 ഗസ്റ്റുമായി കൃത്യസമയത്തിന് എവിടെ എത്തുമെന്ന് അറിയാമോ? ഹലോ, Yes, sir. മീറ്റിംഗ് ഹാളിൽ മീറ്റിംഗ് ഹാളിൽ MLC-യിലെത്തും. ദാറ്റ് ഈസ് കമ്മിറ്റ്മെന്റ്. ദാറ്റ് ഈസ് കമ്മിറ്റ്മെന്റ്. ഇനി നമ്മളൊക്കെ ജീവിതത്തിൽ വളരെ കമ്മിറ്റഡായി ജീവിക്കുന്ന ആൾക്കാരാണ്. എന്താണ് ഈ കമ്മിറ്റ്മെന്റും പ്രോമിസും തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. തുളസാറേ, നമ്മളെ ചേച്ചിയെ കല്യാണം കഴിക്കുമ്പം എങ്ങനെയായിരുന്നു? ചേച്ചി എങ്ങനെയാണ്, ചേച്ചിയുടെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് സാറ് കരുതിയിരുന്നത്? വിവാഹം കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് സാറിന് ഫീൽ ചെയ്തത്? സാറിന്റെ മനസ്സിനനുസരിച്ചുള്ള ഒരു പങ്കാളിയാണോ സാറിന് കിട്ടിയത്? ആദ്യമൊക്കെ ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. പതുക്കെ വളരെ പെട്ടെന്ന് തന്നെ ആ മാറ്റങ്ങൾ ഉണ്ടായി വന്നു. എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളാണ് എന്ന് എനിക്ക് പൂർണ്ണമായും വിശ്വസിക്കാനുള്ള പ്രവൃത്തികളും സ്വഭാവവും ഒക്കെയാണ് എന്റെ വൈഫിനുള്ളത്. ഓക്കെ, വെരി ഗുഡ്. തുളസാന്റെ ചേച്ചിക്ക് നല്ലൊരു കൈയടി കൊടു. ചേച്ചി ഇവിടെ ഇരുന്ന് ചിരിക്കേ. ഇനി ചേച്ചിയെ വിളിച്ച് ചോദിക്കണം, യഥാർത്ഥ സംഭവം അറിയണമെങ്കിൽ. ചേച്ചിയുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഭർത്താവിനെയാണോ കിട്ടിയത്? ഇവിടെ അടുത്തിരിപ്പുണ്ട്. ചേച്ചി ഉറപ്പായിട്ട് പറയും, അയ്യോ അങ്ങനെ ഒരു മനുഷ്യനെ അല്ലായിരുന്നു എന്ന് പറയും. ഹലോ, ചേച്ചി ഉണ്ടോ? ഉണ്ട്. കേൾക്കുന്നുണ്ടോ? ഇവിടെ നിന്ന് ചിരിക്കേ. ഞാൻ പറഞ്ഞ സത്യം കേട്ട് ചേച്ചി ചിരിച്ചോണ്ടിരിക്കുകയാണ്. ദൈവമേ, ഈ മനുഷ്യനെ എനിക്ക് വേണ്ടി വെച്ചിരുന്നല്ലോ. ഡിയർ ഫ്രണ്ട്സ്, എന്റെയും ആണോ മാഡം? അങ്ങനെ തന്നെയാണോ? ശരി തന്നെ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ ശരി മാഡം? മാഡമാണ് സത്യം പറഞ്ഞത്. പ്ലീസ് ഗിവ് എ വെരി ഗുഡ് ഹാൻഡ് ഓഫ് ക്ലാസ്. ഇങ്ങനെ ഒരു മനുഷ്യനെ എനിക്ക് വേണ്ടി വെച്ചിരുന്നല്ലോ ദൈവമേ എന്ന് എത്രയോ പ്രാവശ്യം നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ വൈഫ് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇരിപ്പുണ്ട്. യഥാർത്ഥത്തിൽ ഞങ്ങൾ വിവാഹം കഴിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു, ഇച്ചിരി സുന്ദരിയായ ഒരു ഭാര്യയൊക്കെ നമുക്ക് വിവാഹം കഴിക്കാൻ സാധിച്ചിട്ടുണ്ട്, എല്ലാം ശരിയായെന്ന് വിചാരിച്ചു. വിവാഹം കഴിച്ച് ജീവിതം തുടങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യമില്ല. യഥാർത്ഥത്തിൽ എന്തോ ഒരു ഡിഫറൻസ് ആയിരുന്നെന്നറിയാവോ? ദൈവമേ, ഇങ്ങനെ ഒരുത്തിയാണല്ലോ എന്റെ തലയിൽ വെച്ച് കെട്ടിത്തന്നെന്ന് ഞാൻ 100 തവണ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ 100 തവണ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ 10,000 തവണ ലേന മനോജ് ആലോചിച്ചിട്ടുണ്ട്. ദൈവമേ, ഈ കാലമാടനെയാണല്ലോ എന്റെ അച്ഛൻ എനിക്ക് കെട്ടിച്ചു തന്നത്. അല്ലേ ലേന മനോജ്? പണ്ട് മാത്രമല്ല, അവൾ ഇപ്പോഴും പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ആൾക്കാരും ഓരോ വ്യക്തിത്വങ്ങളാണ്.
അവരവർക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ എൻറ്റിറ്റീസ് ഉണ്ട്. ആ രീതികളെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ഒട്ടിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അവരെന്താണോ ആ വ്യക്തിയുമായി അത് മനസ്സിലാക്കി നിങ്ങൾ ചേർന്ന് പോകാൻ ശ്രമിക്കണം. നമുക്ക് ചിലപ്പം ചില പുരുഷന്മാരെ കാണുമ്പോൾ തോന്നും ദൈവം ഇങ്ങേരായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവ്, അല്ലെങ്കിൽ ചില പെണ്ണുങ്ങളെ കാണുമ്പോൾ തോന്നും ഇവളായിരുന്നെങ്കിൽ എൻ്റെ ഭാര്യ. ചുമ്മാതാ. ഓരോന്നിൻ്റെയൊക്കെ വീടുകളിൽ ചെല്ലുമ്പോഴാണോ തനി സ്വഭാവങ്ങൾ മനസ്സിലാകുന്നത്. അതൊക്കെ നമ്മുടെ നൈമിഷികമായ തോന്നലുകളാണ്. അപ്പം ഒരു യഥാർത്ഥത്തിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പാർട്ട്ണറെ എന്താണോ അവർ ആ രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. ദാറ്റ് ഈസ് കമ്മിറ്റ്മെന്റ്. അങ്ങനെ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാണ് നമ്മളെ തുളസാന്റെ ചേച്ചി ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. ശരിയല്ലേ ചേച്ചി? ദാറ്റ് ഈസ് കമ്മിറ്റ്മെന്റ്. എന്ത് വന്നാലും ഒരുമിച്ച് ജീവിക്കാമെന്ന് പ്രതിജ്ഞ എടുത്താണ് നമ്മുടെ ഒരു കുടുംബ ജീവിതം ആരംഭിക്കുന്നത്. എന്ത് വന്നാലും നമ്മൾ വിട്ടുകളയില്ല. പ്രതിസന്ധികൾ വന്നാൽ നെഞ്ചോട് ചേർത്ത് വെക്കും. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കും. ശരിയല്ലേ? ഹലോ ഡിയർ ഫ്രണ്ട്സ്. Yes. ദാറ്റ് ഈസ് കമ്മിറ്റ്മെന്റ്. എത്ര വർഷമായി വിവാഹം കഴിച്ചിട്ട് തുളസാർ? 36 വർഷം. 36 വർഷത്തെ കമ്മിറ്റ്മെന്റ് ആണ്. കണ്ടു പഠിക്കും. ഇനിയും വേറെ ആൾക്കാർ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അതെ. നമ്മളുമായി 10-27 വർഷം. ദാറ്റ് ഈസ് കമ്മിറ്റ്മെന്റ്. അപ്പൊ ഒരു ലീഡറുടെ ഏറ്റവും വലിയ ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ ഈ കാണിക്കുന്ന കമ്മിറ്റ്മെന്റ് ബിസിനസ്സിൽ, മോഡിക്കർ ബിസിനസ്സിൽ നമ്മൾ കാണിക്കണം. എന്ത് വന്നാലും മോഡിക്കറിനെ വിട്ട് പറയരുത്. നമ്മളെ രവിച്ചേട്ടനെ പോലെ. ഇവിടെ ഉണ്ടോ? ഹലോ രവി സാറേ. ഉണ്ട് സാറേ, ഉണ്ട്. നമ്മൾ തള്ളിപ്പറയരുത്. ദാറ്റ് ഈസ് കമ്മിറ്റ്മെന്റ്. ഈ ലോകത്ത് ആരും തന്നെ 100% തികഞ്ഞവരൊന്നുമില്ല. ഒന്നുമില്ല. 100% തികഞ്ഞതിന് വേണ്ടിയിട്ട് നിങ്ങൾ തേടി നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷവാനായിട്ടോ ഒരു നല്ല കുടുംബ ജീവിതമോ നിങ്ങൾക്ക് നയിക്കാൻ കഴിയില്ല. ഉള്ളതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം. അപ്പൊ ഒരു വിന്നർ എപ്പോഴും കമ്മിറ്റഡായി എന്ത് സാഹചര്യം വന്നാലും ശരി തന്നെ മോദി കെയറിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആളുകളാണ്. പക്ഷെ ഒരു ലൂസറോ ചെറിയ ഒരു കാര്യം പറഞ്ഞാൽ മതി, വന്നാൽ മതി, മോദി കെയറിനെ തള്ളിപ്പറയും. ഒരു പ്രോഡക്റ്റ് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ തള്ളിപ്പറയും. ഇപ്പം എല്ലാ മാസവും പുതിയ എത്ര പ്രോഡക്റ്റുകൾ ആ കമ്പനി ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എപ്പോഴും ഒരു ലൂസർ ഇല്ലാത്ത സാധനത്തിനെ കുറിച്ച് അറിയാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ശരിയാണോ? 650 പ്രോഡക്റ്റ് ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം ഇല്ല. 650 പ്രോഡക്റ്റ് ഒക്കെ ഉള്ള കമ്പനിക്ക് ചിലപ്പം 4, 5, 10 പ്രോഡക്റ്റ് ചിലപ്പം ഷോർട്ടേജ് ഒക്കെ കാണും ഒരേ സമയം. അതൊക്കെ സ്വാഭാവികമാണ്. കോമൺ സെൻസ്, സാമാന്യ ബുദ്ധി എന്ന് പറയും. ഒരു വിന്നർ എപ്പോഴും ഒരു കോമൺ സെൻസ് ഉള്ള ആളായിരിക്കും. അപ്പം ഒരു വിന്നർ ഹാവ് ഡ്രീംസ്, വളരെ വലിയ സ്വപ്നങ്ങൾ, ശക്തമായ സ്വപ്നങ്ങളുള്ള ആളായിരിക്കും. അയാൾ അതിനുവേണ്ടി പ്രയത്നിക്കാൻ തയ്യാറുള്ള ആളായിരിക്കും. ഒരു ലൂസർ എന്ന് പറഞ്ഞാൽ ഹാവ് സ്കീംസ് ആണ്. സ്കീമുകൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല,
ഞാനിങ്ങനെ ചെയ്തു പോകുമ്പം കുറെ ആൾക്കാർ വന്ന് അത് ചെയ്യും ഇത് ചെയ്യും, കുറച്ച് നാളത്തേക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് ഈ മണി ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരെയാണ് സ്കീംസ് എന്ന് പറയുന്നത്. താൽക്കാലികമായി കുറെ ആ കാശുണ്ടാക്കാൻ വേണ്ടി പലതിൻ്റെയും പുറകെ ഓടും. ഒരു ലൂസർ കുറച്ചു നാൾ കഴിയുമ്പം ആ ഓടിയ സാധനങ്ങളൊന്നും കാണൂല, ഇങ്ങനെ ഓട്ടം മാത്രം മിച്ചം. എനിക്കറിയാം ഇഷ്ടം പോലെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആൾക്കാർ അങ്ങനെ സ്കീമുകളുടെ പുറകെ ഇഷ്ടം പോലെ ഓടുന്ന ആൾക്കാർ. ഇനി വന്നാലും ചിലപ്പോൾ ഓടുക. അവര് എപ്പോഴും ലൂസേഴ്സ് ആയിരിക്കും. അവരുടെ ജീവിതത്തിൽ, അങ്ങനെയുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രയാസങ്ങൾ ഒരിക്കലും ഒഴിവുണ്ടാവില്ല. അനുഭവത്തിൽ നിന്ന് പോലും പഠിക്കത്തില്ല അങ്ങനെയുള്ള ആൾക്കാർ. ലൂസർ മൈൻഡ് സെറ്റ് ആണ്. എപ്പോഴും മണി ചെയിൻ പോലുള്ള സാധനങ്ങളുടെ പുറകെ ആയിരിക്കും നൽകുന്നത്. ഒരു സ്ഥിരമായി വരുമാനം കിട്ടുന്ന, സ്റ്റേബിളായി വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറഞ്ഞാൽ ഒരിക്കലും അത് അവർക്ക് മനസ്സിലാക്കാനും കഴിയില്ല, അക്സെപ്റ്റ് ചെയ്യാനും കഴിയില്ല. എന്തെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ലൂസറുടെ പ്രധാന രീതിയാണ്. പക്ഷെ ഒരു വിന്നർ ആണെന്നുണ്ടെങ്കിൽ അവന് വ്യക്തമായ സ്വപ്നങ്ങൾ ഉണ്ടാവും. ആ സ്വപ്നങ്ങൾ അവൻ ഗോളുകളാക്കി മാറ്റി. എനിക്ക് 1 വർഷം വർക്ക് ചെയ്ത് ഇന്നത് നേടണം, 2 വർഷം മോഡി കയറി വർക്ക് ചെയ്തിട്ട് ഇന്നത് നേടണം, 3 വർഷം വർക്ക് ചെയ്തിട്ട് ഇന്ന കാര്യങ്ങൾ നേടണം. 2 വർഷം ആകുമ്പോൾ തന്നെ എനിക്ക് കാർ ഫണ്ട് കിട്ടണം, 3 വർഷം ആകുമ്പോൾ എനിക്ക് ഹോം ഫണ്ട് കിട്ടണം, എനിക്ക് 1 ലക്ഷം രൂപ വരുമാനം കിട്ടണം, 2 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കണം, 3 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കണം. അങ്ങനെയുള്ള വ്യക്തമായ ഗോളുകൾ, അവന്റെ സ്വപ്നങ്ങളെ ഗോളുകളാക്കി മാറ്റിയിട്ട് അവൻ അതിനു വേണ്ടിയാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ഒരു വിന്നർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് ഇന്ന കാര്യങ്ങൾ ഈ മാസം ചെയ്യണം, എന്റെ ടീമിൽ ഒരു 100 റോയൽറ്റി അച്ചീവേഴ്സിന് ഞാൻ ഈ മാസം ഉണ്ടാക്കും, ഈ മാസം ഒരു 10 FSP കാരനെ ഉണ്ടാക്കും ഞാൻ, ഈ മാസം എന്റെ ടീമിൽ പുതുതായിട്ട് ഒരു 2 ഡയറക്ടറെ ഞാൻ ക്രിയേറ്റ് ചെയ്യും, ഒരു സീനിയർ ഡയറക്ടറെ ക്രിയേറ്റ് ചെയ്യും. വളരെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി അവൻ നിശ്ചയിച്ചു കൊണ്ടായിരിക്കും തുടങ്ങുന്നത്. പക്ഷെ ഒരു ലൂസർ അങ്ങനെയല്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, സേ സംതിങ് മസ്റ്റ് ബി ഡൺ, എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യണം. മോഡിക്കൽ എന്ത് ചെയ്യണമെന്നൊന്നും പ്രത്യേകിച്ച് ഒരു പ്ലാനോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അവൻ എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും ജീവിതകാലം മൊത്തം. ഇത് ജീവിതകാലം മൊത്തം ഓടേണ്ട ബിസിനസ് അല്ല. ശരിയായ രീതിയിൽ ഇത് പ്ലാൻ ചെയ്ത് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങളുടെ ഓട്ടം മതിയാക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഓട്ടം മതിയാകും. ആ രീതിയിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്നാണ് ഞാൻ ഈ മോഡിഫിക്കേണ്ട ആക്ടിവിറ്റീസ് നിർത്താൻ പോകുന്നു. മുൻകൂട്ടി കണ്ടുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഒരു വിന്നർ എന്ന് പറയുന്നത്. ഒരു വിന്നർ എപ്പോഴും പാർട്ട് ഓഫ് ടീമിന്റെ ഭാഗമായിരിക്കും. ഒരു ലൂസർ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പ്രോഗ്രാമുകളിലൊന്നും പങ്കെടുക്കത്തില്ല, ട്രെയിനിങ്ങുകളൊന്നും പങ്കെടുക്കത്തില്ല. എപ്പോഴും ടീമിലുള്ള ആൾക്കാരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, ഡൗൺലൈൻസിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, അപ്ലൈൻസിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്ലൈൻസ് എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയായി പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ലൂസേഴ്സ് നിങ്ങൾ നോക്കിക്കോ, വിജയിക്കാത്ത ആൾക്കാരെല്ലാം ഇത്തരം ആൾക്കാരാണ്. പക്ഷെ ഒരു വിന്നർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ടീം ഓർഗനൈസ് ചെയ്യുന്ന പ്രോഗ്രാമിൽ മുന്നിട്ട് നിന്നുകൊണ്ട്. ഇതേ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ MSc ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. വളരെ വൈകി ആ പ്രോഗ്രാം വന്നത്. നമ്മുടെ പല ലീഡേഴ്സിനെ ഞാൻ അവിടെ കണ്ടു. വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ലീഡേഴ്സ് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ കണ്ടു. അപ്പൊ അത്തരത്തിലാണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ. അവര് ലേറ്റായി പോയെന്നോ അങ്ങനെയുള്ള എക്സ്ക്യൂസസ് ഒന്നും പറയില്ല. അതാണ് ഒരു വിന്നറുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ട്രൈ ടു ഡു ഈവൻ പെറ്റി തിങ്സ് പ്രോപ്പർലി. ഒരു വിന്നറുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെ നന്നായും കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ്. പക്ഷെ ഒരു ലൂസർ എങ്ങനെയാണെന്നറിയാവോ? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കും, ചകട ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞിട്ട് ചുമ്മാ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു വിന്നർ എന്ന് പറഞ്ഞാൽ ഒരു സ്മാർട്ട് വർക്കർ ആയിരിക്കും. സ്മാർട്ട് വർക്കർ എന്ന് പറഞ്ഞാൽ പ്ലാൻഡ് വർക്കറാണ്. പ്ലാൻ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു,
അയാൾക്കൊരു ഡ്രീം ഉണ്ടാവും, ഒരു ഗോൾ ഉണ്ടാവും. എനിക്കൊരു 6 മാസം കൊണ്ട് ഇന്നത് നേടണം, എനിക്ക് 1 വർഷം കൊണ്ട് ഇന്നത് നേടണം, 2 വർഷം കൊണ്ട് ഇന്നത് നേടണം, 3 വർഷം കൊണ്ട് ഇന്നത് നേടണം, 5 വർഷം കൊണ്ട് ഇന്നത് നേടണം. അങ്ങനെ ക്ലിയർ കട്ട് പ്ലാൻ ഉണ്ടാക്കിയിട്ട്, ഗോൾ ഉണ്ടാക്കിയിട്ട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് സ്മാർട്ട് വർക്കേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ലൂസർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്കർ ആയിരിക്കും, ഓട്ടമാണ്. പക്ഷെ ഒരു പ്ലാനും ഉണ്ടാവില്ല. നിനക്ക് 6 മാസം കൊണ്ട് എന്ത് നേടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ക്ലിയർ ആയിട്ടുള്ള മറുപടി ഉണ്ടാവില്ല. ഇനി 1 വർഷം കൊണ്ട് എന്ത് നേടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ക്ലിയർ ആയിട്ട് ഇനി ഒരു മറുപടി പറഞ്ഞാൽ പോലും അവിടെ എത്താനുള്ള പ്ലാനോ കാര്യങ്ങളോ അവൻ പഠിക്കത്തുമില്ല, അവൻ മനസ്സിലാക്കത്തുമില്ല. അതാണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഈ ഓരോ കാര്യങ്ങളും ഞാൻ പറയുമ്പം നിങ്ങളെക്കുറിച്ച് മുൻവിധിയോടുകൂടി ചിന്തിക്കാതെ വളരെ ട്രാൻസ്പെയറൻ്റ് ആയിട്ട് ആത്മാർത്ഥമായി നെഞ്ചിൽ കൈവച്ച് ഞാൻ ഏത് രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ ചെയ്യുന്നത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ പരിശോധിക്കുന്നത് നിങ്ങളുടെ സക്സസിന്, ഇതാരെയും ബോധ്യപ്പെടുത്താനല്ല. നിങ്ങളൊരു വിന്നറായി കാണണം. കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും വലിയ ടോപ്പിൽ എൻ്റെ ടീമിലുള്ള ഓരോ ആൾക്കാരും എത്തണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളാണ്. എന്നിൽ വലിയ കഴിവൊന്നുമില്ല, പക്ഷെ എന്നിലുള്ള അറിവുകൾ ഞാൻ കൃത്യമായി നിങ്ങൾക്ക് പകർന്നു നൽകാൻ, അതിൻ്റെതായ സ്പിരിറ്റിൽ നിങ്ങൾക്ക് പകർന്നു നൽകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം തീർച്ചയായിട്ടും റിസൾട്ട് നിങ്ങളിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയും സോച്ച് ബദലോ, നമ്മളെ സമീർ മോഡി സാറിന്റെ ജന്മദിനത്തിൽ തന്നെ ഞാൻ ഈ സബ്ജക്റ്റ് എടുത്തതിൻ്റെ കാര്യം, കുഡ്കോ ബദലോ, നിങ്ങളുടെ ഒരു മാറ്റം, നിങ്ങളുടെ ബിസിനസ്സിലൊരു മാറ്റം, നിങ്ങളുടെ കൂടെ വന്ന ആൾക്കാരുടെ ബിസിനസ്സിലൊരു മാറ്റം തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. നമുക്കത് ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. ദെൻ ഒരു വിന്നർ ഫോക്കസ്ഡ് മൈൻഡഡ് ആയിരിക്കും. അയാൾക്ക് ഒരു വിന്നറുടെ രീതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യും. നമ്മൾ കുതിരയെ കണ്ടത്തില്ലേ, കുതിരയെ നമ്മൾ ചെയ്യുന്നത് അതിന്റെ മുഖത്ത് 2 സാധനം വെച്ച് കിട്ടും. കാര്യം കുതിരയ്ക്ക് ഭയങ്കര ശക്തി ഉണ്ട്, അതിന് എങ്ങോട്ട് വേണമെങ്കിലും ഓടാം. പക്ഷെ നേരെ പോകാനാണ് എന്ത് വെച്ച് കിട്ടുന്നത്? ഈ കണ്ണിന്റെ അവിടെ എന്താണ്, ക്ലാപ്പ് അല്ലേ? അതെ. അത് വെച്ച് കെട്ടുന്നത്. കാര്യം അത് നേരെ പോകാനാണ്, ഫോക്കസ്ഡ് ആയിരിക്കണം. അപ്പൊ ഒരു ലൂസർ ആണെന്നുണ്ടെങ്കിൽ അയാൾ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തോന്നും ഇത് ശരിയാവില്ല എന്ന് തോന്നും, എന്നിട്ട് അയാൾ അടുത്തത് ചെയ്യും. സ്കാറ്റേഡ് മൈൻഡഡ് ആൾക്കാരെന്ന് പറയും, അടുത്തത് ചെയ്യും. നമ്മളിവിടെ തന്നെ ഈ ട്രെയിനിങ്ങിൽ വന്ന ഒരു പത്തനംതിട്ടയിലെ ഒരു ലീഡർ നമ്മൾ കണ്ട്, കുറെ നാൾ അയാൾ മണി ചെയിൻ ചെയ്തിരുന്നു. അത് കഴിഞ്ഞപ്പം അയാൾ മോഡി കയറി വന്നു, കുറച്ചാൾ മോഡി കയറി ചെയ്തു. മോഡി കയറി ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളിക്കാരന് തോന്നി ഇനി അമ്മായിയപ്പൻ്റെ മണി ചേഞ്ച് ചെയ്യാം. സ്കാറ്റേഡ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ലൂസേഴ്സ് ആണ്. അവരെ കൂടെ പോകുന്ന ആൾക്കാർ എപ്പോഴും ലൂസേഴ്സ് ആയിരിക്കും. ലൂസേഴ്സ് മൈൻഡഡ് ആയിട്ടുള്ള കുറെ ആൾക്കാരെ അയാൾക്ക് കണ്ടെത്താനും അയാളെ കൂടെ കൂട്ടാനും പറ്റും. പക്ഷെ ഒരിക്കലും ഒരു വിന്നർ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ പോകില്ല, പോകാൻ കഴിയില്ല, പോയാലും വിജയിക്കില്ല. കാര്യം അയാൾ പിന്നെയും അടുത്തൊരു സംരംഭം തോന്നും ഇതിനും നല്ലത് അതാണെന്ന് തോന്നിയിട്ട് എങ്ങോട്ട് ചാടും? അതിലേക്ക് ചാടും. ഈ മരുഭൂമിയിൽ മരുപ്പച്ച കണ്ടിട്ട് ഓടുന്ന കണക്ക് ആയുഷ്കാലം ഓടിക്കൊണ്ടിരിക്കും. നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ പുറകെ പോവുകയാണെങ്കിൽ ജീവിതകാലം മൊത്തം ഓടിക്കൊണ്ടിരിക്കാം. പക്ഷെ ഒരു വിന്നർ അങ്ങനെയല്ല. വിന്നർ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പനി നമ്മുടെ കയ്യിലുണ്ട്, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്, സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് ഇവിടെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രം മതി. അതൊരു സാമാന്യ ബുദ്ധിയാണ്, കോമൺ സെൻസ്. ആ കോമൺ സെൻസിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഡെയിലി ചെയ്യണം. ഡു ഡെയിലി, ഡു ഇറ്റ് സിമ്പിൾ. കറക്റ്റ് പ്ലാൻ ഉണ്ടാക്കി നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്താൽ മതി. ഗ്രോത്തിലേക്ക് നമ്മൾ ചെന്ന് ഉറപ്പായി എത്തിയിരിക്കും. അപ്പം വിന്നർ ആൾവേസ് പാർട്ട് ഓഫ് ആൻസേഴ്സ്. ഒരു വിന്നർ എന്ന് പറയുന്നത് എപ്പോഴും സൊല്യൂഷന്റെ ഭാഗമായിരിക്കും. എന്ത് പ്രശ്നം വന്നാലും
അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഒരു ലൂസർ ആണെങ്കിൽ എപ്പോഴും പ്രോബ്ലത്തിന്റെ ഭാഗമായിരിക്കും. ഇനി ഒരു പ്രോബ്ലത്തിന് നിങ്ങൾ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെയൊക്കെ ചെന്ന് നോക്ക്, അപ്പോഴേ ആ സൊല്യൂഷനിൽ ഒരു പ്രോബ്ലം ആര് കണ്ടുപിടിക്കും? ഹലോ, ആ ലൂസർ കണ്ടുപിടിക്കും. ഭയങ്കര പാടാ അങ്ങനെയുള്ള ആൾക്കാരെ മാനേജ് ചെയ്യാൻ, ഭയങ്കര പാടാ. മോഡിക്കെല്ലാം അങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് ബാക്കിയുള്ളവന്റെ കൂടെ സ്വപ്നങ്ങളെ, ഡ്രീം സ്റ്റീലേഴ്സ് എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ആൾക്കാർ തകർത്ത് കളയും. സ്വന്തമായി വിജയിക്കുകയില്ല, മറ്റുള്ള വിജയിക്കാൻ സമ്മതിക്കുകയില്ല. അതാണ് ലൂസർ എന്ന് പറയുന്നത്. നഷ്ടപ്പെടുന്നവന്റെ മനോഭാവം ആണോ? എ വിന്നർ സീസ് ആൻസർ ഫോർ എവരി പ്രോബ്ലം, എ ലൂസർ സീസ് പ്രോബ്ലം ഫോർ എവരി ആൻസർ ഓർ എ സൊല്യൂഷൻ. ഒരു വിന്നർക്ക് എപ്പോഴും ഒരു പ്ലാൻ, വെൽ പ്ലാൻഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഉണ്ടാവും. എന്തിനാണെങ്കിലും ശരി തന്നെ, എന്ത് കാര്യം ചെയ്യണമെങ്കിലും, 10 പേരെ ജോയിൻ ചെയ്യിപ്പിക്കണമെങ്കിലും അവന്റെ കയ്യിൽ ഒരു 100 പേരുടെ ലിസ്റ്റ് ഉണ്ടാവും. അവന്റെ ഡൗൺലൈൻസിന്റെ ലിസ്റ്റ് ഉണ്ടാക്കും. അവനൊരു പ്രോഗ്രാം ഉണ്ട്. ഒരു ഡൗൺലൈനിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യിക്കേണ്ടത്, എന്താണ് പറയേണ്ടത്, എന്താണ് പറഞ്ഞുകൂടാത്തത് എന്നുള്ള വ്യക്തമായ ഒരു പ്രോഗ്രാം ഒരു വിന്നർക്കുണ്ടാവും. ആ ഡൗൺലൈൻസിന്റെ ലിസ്റ്റ് എഴുതി ഉണ്ടാക്കുകയും അവനെ കൊണ്ട് ഈ ലോയൽറ്റി ചെയ്യിക്കാനും മറ്റ് ടീം പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനും എല്ലാം കൃത്യമായി അവൻ ഒരു പ്രോഗ്രാം തയ്യാറാക്കി അതിന്മേൽ വർക്ക് ചെയ്യും. പക്ഷെ ഒരു ലൂസർ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ എപ്പോഴും എല്ലാത്തിനും ഓരോ എക്സ്ക്യൂസസ്, ഒഴിവ് കിഴിവുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഏതിനും. ഞാൻ എൻ്റെ വൈഫായിട്ട് കണ്ടമാനം ചകട ഉണ്ടാക്കിയിട്ടുള്ളത് ഈ എക്സ്ക്യൂസസ് പറയുന്നതിനാണ്. ചോദിച്ചു നോക്കുക, ഈ പ്ലാറ്റ്ഫോമിൽ ഇരിപ്പുണ്ട്. ഈ ചെയ്തില്ല, ശരി തന്നെ, പക്ഷെ ചുമ്മാ എങ്ങും കൊള്ളാത്ത എക്സ്ക്യൂസസ്. ഇന്നൊരു അടിക്കുള്ള വകയുണ്ട്. എങ്ങും കൊള്ളാത്ത എക്സ്ക്യൂസസ് പറഞ്ഞു കളയും. ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. എല്ലാവരുടെ കയ്യിലുണ്ട്, ഞാനും അങ്ങനെയുള്ള സ്വഭാവങ്ങളുണ്ട്. പക്ഷെ നമ്മളത് ഒരു വിന്നർ എന്നുള്ള നിലയിൽ നമ്മൾ അതിനെയൊക്കെ നിയന്ത്രിക്കണം. എക്സ്ക്യൂസ് പറയുന്നതിന് പകരം നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത്, ആ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നന്നായി എക്സിക്യൂട്ട് ചെയ്യണം നമ്മൾ. ഹലോ, ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് എക്സ്ക്യൂസസ്. ചില ആൾക്കാർ ഈ ഒരൊറ്റ എക്സ്ക്യൂസ് പറയുന്ന ഒരു സ്വഭാവം കൊണ്ട് മാത്രം, നമ്മൾ ഒരു ട്രെയിനിങ്ങിനെ വിളിച്ചാൽ, ഒരു പ്രസന്റേഷന് വിളിച്ചാൽ, ലേന മനോജ് എങ്ങനെയുണ്ട് ആൾക്കാർ ട്രെയിനിങ്ങിനൊക്കെ, നമ്മളെ ഹ്യൂമൻ എംപവർമെന്റിനൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് യു ആർ ഗെറ്റിംഗ് എ പ്രോഗ്രാം ഓർ എക്സ്ക്യൂസ്? കേൾക്കുന്നില്ല? ഇപ്പം എക്സ്ക്യൂസുകളാണ് ആളുകൾ. ഇല്ലേ? ഉണ്ട്. എക്സ്ക്യൂസിന്റെ ഉസ്താദാണ് ഈ പറയുന്നത്. ഒരു സമയത്ത് ഒരു മീറ്റിങ്ങിന് വിളിച്ചാൽ വരത്തില്ലായിരുന്നു ലേന മനോജ്. ഒരു സൂം മീറ്റിംഗ് കയറാൻ പറഞ്ഞാൽ, അങ്ങനെ അല്ലോ പ്രോഗ്രാമിന് പോവാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എക്സ്ക്യൂസസ് പറയാമായിരുന്നു. ഒരു സമയത്ത് ജീവിതം മാറിയത് ആ എക്സ്ക്യൂസസ് മാറ്റി വെച്ചിട്ട് ഒരു പാർട്ടാകാൻ തുടങ്ങിയപ്പോഴാണ്. എന്ത് മാറ്റമാ ഇല്ലേ ലേന മനോജ് നമ്മളിപ്പോ എൻജോയ് ചെയ്യുന്നത്, ഇല്ലേ? തീർച്ചയായും അത് ആ മാറ്റം അവിടെയാണ്. ഇപ്പൊ നമുക്ക് എക്സ്ക്യൂസസ് പറയാൻ സമയമില്ല. കാര്യം നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ പരമാവധി ഈ ബിസിനസ്സിൽ ചെയ്യുകയാണ്. അപ്പൊ അതൊരു വിന്നറുടെ ക്വാളിറ്റിയാണ്. ഇറ്റ് മേ ബി ഡിഫിക്കൽട്ട് ബട്ട് പോസിബിൾ. ഒരു വിന്നർ ചിന്തിക്കുന്നതാണ്. പാടായിരിക്കും, പക്ഷെ നമുക്ക് സാധ്യമാണ്. ഒരു വിന്നർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പാടായിരിക്കും, പക്ഷെ സാധ്യമാണ്. പക്ഷെ ഒരു ലൂസർ ചിന്തിക്കുന്നത് സാധ്യമാണ്, പക്ഷെ ഭയങ്കര പാടാണ്. കണ്ടോ ആ മനോഭാവത്തിന്റെ വ്യത്യാസം? കണ്ടോ? ഒരേ കാര്യം രണ്ട് രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. പാടാണ്, പക്ഷേ പോസിബിൾ ആണ്. പാടുപെടാതെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. പാടുപെടാതെ ഏതെങ്കിലും നേട്ടം നേടാൻ പറ്റുമോ?
ആരെങ്കിലും അങ്ങനെ നേടിയിട്ടുണ്ടോ? എവറസ്റ്റ് കീഴടക്കിയ ആളുടെ പേര് ഒന്ന് പറയാമോ? ടെൻസിംഗ് ഹിലാരി. ആ, പറയാമോ? ബാക്കിയുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞേ. ഹലോ, എവറസ്റ്റ് കീഴടക്കിയ ആരും മിണ്ടാത്ത എന്താ? ഹലോ, കേൾക്കാം. ആ, ടെൻസിംഗ് നോർഗെ എഡ്മണ്ട് ഹിലാരി. ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ടെൻസിംഗ് ആൻഡ് ഹിലാരിയുടെ പേരില്ലേ? എന്തുകൊണ്ടാണ് അത് നമ്മൾ അറിയുന്നത്? എവറസ്റ്റ് കീഴടക്കുന്നത് അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അത് പോസിബിൾ ആക്കിയവര് ഒരു കയ്യടിയോട് എവറസ്റ്റ് കീഴടക്കുന്ന കാര്യം. പാടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് സക്സസ് എന്ന് പറയുന്നത്. മോഡിക്കറിൽ സക്സസ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും. അപ്പൊ പ്രതിസന്ധികൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എക്സ്ക്യൂസസ് ഒക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ ചെയ്ത് മുന്നേറണം. ഓരോ ദിവസവും നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടണം. ആ രീതിയിലുള്ള മനോഭാവം ഓരോ ലീഡർഷിപ്പിനും ഉണ്ടാവണം. ഓരോ കൺസൾട്ടന്റുമാരിലും നിങ്ങൾക്ക് പകർന്നു നൽകാൻ കഴിയണം. കാര്യം ഇവിടെ പോസിബിൾ ആണ്. എത്ര ലക്ഷം വേണമെങ്കിലും നമുക്ക് നേടാൻ കഴിയും മോഡിക്കലിൽ. അത്ര എളുപ്പമൊന്നുമല്ല, പക്ഷെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്താൽ മതി. ഇറ്റ് ഈസ് വെരി ഈസി. ഒരു പ്രോഗ്രാം ഉണ്ടാക്കി വർക്ക് ചെയ്താൽ മതി. ഇറ്റ് ഈസ് വെരി ഈസി. ഫോക്കസ് മൈൻഡായിട്ട് വർക്ക് ചെയ്താൽ മതി. ഇറ്റ് ഈസ് വെരി ഈസി. നമ്മളൊരു പ്രോബ്ലത്തിന്റെ ഭാഗമാകാതെ ആൻസറിന്റെ ഭാഗമായിട്ട് നിന്ന് ചെയ്താൽ മതി. ഇറ്റ് വിൽ ബി വെരി ഈസി. ലക്ഷ്യങ്ങൾ സമ്പാദിക്കാൻ കഴിയും, ആർക്കും നേടാൻ കഴിയും മോഡിക്കലിലൂടെ. അപ്പൊ അതാണ് ഒരു വിന്നറുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഒരു വിന്നർ എപ്പോഴും അവൻ ഉണ്ടാക്കാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് അവൻ ചിന്തിക്കുന്നത്. അവൻ വാങ്ങാൻ പോകുന്ന കാറിനെ കുറിച്ച്, അവൻ വാങ്ങാൻ പോകുന്ന വരുമാനത്തെ കുറിച്ച്, അവൻ ജീവിക്കാൻ പോകുന്ന വീട്ടിനെ കുറിച്ച്, ജീവിക്കാൻ പോകുന്ന ജീവിത രീതികളെ കുറിച്ചാണ് ഒരു വിന്നർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് കഷ്ടപ്പാടിലും അവൻ ചിന്തിക്കുന്നത്, ഏത് പരാജയത്തിലും അവൻ ചിന്തിക്കുന്നത് അവന്റെ ജീവിതത്തിൽ മോഡിക്കർ എന്ന് പറഞ്ഞ ഈ ബിസിനസ് അവസരത്തിലൂടെ നേടാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ചാണ്. നമ്മളെപ്പോലെ ഓരോ ഇതിൽ വിജയിച്ച ഓരോ ആൾക്കാരുടെയും നമ്മളെ നേട്ടങ്ങൾ തന്നെ എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. നമ്മൾ എന്റെ ഓരോ ഞായറാഴ്ചകളും ഞാൻ 6 ദിവസം വർക്ക് ചെയ്തിട്ട് 7ാമത്തെ ദിവസവും 8ാമത്തെ ദിവസവും ഒക്കെ മോഡിക്കലിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നാളെ ഒരു സമയത്ത് എൻ്റെ കുടുംബത്തിനും നമ്മുടെ ടീമിനും ഉണ്ടാകാൻ പോകുന്ന സക്സസ് അല്ലെങ്കിൽ അതിന്റെ നേട്ടങ്ങളെ കുറിച്ച് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതാണ് നമുക്ക് നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് ഒരിക്കലും നമുക്ക് പെയിൻ അല്ലാതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അല്ലാതെ നമുക്ക് മാറിയിട്ടുള്ളത്. അപ്പം ഒരു ലൂസർ ആണെങ്കിൽ ചെയ്യുന്ന കാര്യത്തിലെല്ലാം ഒരു വേദന കണ്ടെത്തും. എന്ത് പാടായത്, ആൾക്കാരോടൊന്നും പറഞ്ഞാൽ ചേരുകയില്ല. എല്ലാത്തിലും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു ലൂസർ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ. ഒരു വിന്നറൊക്കെയാണ് ഒരാൾ ചേരാത്തെന്നുണ്ടെങ്കിൽ പറയും, ഇയാൾ ചേർന്നില്ലെങ്കിൽ എൻ്റെ കൂടെ ചേരാൻ 10 പേര് വേറെ ഉണ്ട്, എൻ്റെ 100 പേരുടെ ലിസ്റ്റ് ഇരിക്കുകയാണ്. ഒരു വിന്നർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഒരു ലൂസർ ആണെങ്കിൽ ഞാനൊരു 5 പേരോട് പറഞ്ഞ് ആരും ചേർന്നില്ല, അവന്റെ ഈ 100 പേരുടെ ലിസ്റ്റ് ഒന്നും കാണത്തില്ല. ഒരു ലൂസർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇനിയിപ്പം പറഞ്ഞ ആരും ചേരത്തില്ലെന്ന് ചിന്തിക്കും. പക്ഷെ ഒരു വിന്നർ അങ്ങനെയല്ല. ഞാൻ 10 പേരോട് പറഞ്ഞു ചേർന്നില്ലേ പോലെ എൻ്റെ 100 പേരുടെ ലിസ്റ്റ് ഇരിക്കുകയല്ലേ, ഇതിൽ 100 കണക്കിന് ആൾക്കാർ എന്നോടൊപ്പം ചേരും എന്ന് ആയിരിക്കും ഒരു വിന്നർ ചിന്തിക്കുന്നത്. അപ്പം ഒരു വിന്നർ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവനാണ്. ഒരു ലൂസർ കഷ്ടപ്പെട്ട് ചെയ്യുന്നവനാണ് ലൂസർ എന്ന് പറയുന്നത്. ഒരു വിന്നർ ആൾവേസ് സീസ് പോസിബിലിറ്റീസ്. സാധ്യതകളാണ് ഒരു വിന്നർ എപ്പോഴും കാണുന്നത്. എന്ത് സാധ്യതയാ! കേരളത്തിൽ 35,000 പേര്, 40,000 പേര്, 50,000 പേരൊക്കെ ഇപ്പോഴും മോഡിക്കേണ്ട സാധനങ്ങൾ വാങ്ങുന്നുള്ളൂ. എന്ത് സാധ്യതയാണ് ഈ ബിസിനസ്സിന്! എത്രയോ ആൾക്കാർ ഇനി ചേരാൻ കിടക്കുന്നത്. ഒരു ലൂസർ ആണെങ്കിൽ പറയും, അയ്യേ ഇത്രയും നാളായിട്ട് 40,000 പേരെ ചേർന്നോളാം മോഡി കയറി, 50,000 പേരെ സാധനം വാങ്ങിക്കുന്നോളാം. ഹലോ ഡിയർ ഫ്രണ്ട്സ്,
നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ആ ഡിഫറൻസ്? Yes, sir. ഹലോ ഫ്രണ്ട്സ്, Yes, sir. Yes. എന്ത് വ്യത്യാസമാണ് ഒരു കാര്യത്തിൽ പോലുമുള്ള കാഴ്ചപ്പാടുകൾ! എന്ത് വ്യത്യാസമാണ്! ഒരു രണ്ട് പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ ഒരു വിന്നർ ചിന്തിക്കും, രണ്ട് പ്രോഡക്റ്റ് ഇല്ലേ, ബാക്കി 648 പ്രോഡക്റ്റ് കിടക്കാണല്ലോ, ഇന്ന് അതില്ലെങ്കിൽ മറ്റുള്ളത് വാങ്ങിക്കാം നമുക്ക്. ഒരു ലൂസർ ആണെങ്കിൽ ആ ഇല്ലാത്ത രണ്ട് എനിക്ക് ആവശ്യമുള്ള ഒരൊറ്റ പ്രോഡക്റ്റ് എവിടെ ഇല്ലെന്ന് പറയും, മോഡി കേരളില്ലെന്ന് പറയും. എപ്പോഴും പഴിച്ചുകൊണ്ടേയിരിക്കും ഒരു ലൂസർ എന്ന് പറയുന്നത്. അവന്റെ കഷ്ടപ്പാടുകൾക്കും ഇല്ലായ്മകൾക്കും കാരണക്കാരൻ മറ്റുള്ളവരെ പഴിക്കും. അവൻ ഒരു ലൂസർ. എന്റെ അച്ഛൻ ശരിയല്ല, ഭാര്യ ശരിയല്ല, മക്കള് ശരിയല്ല, എന്റെ ചുറ്റുപാടുമുള്ള ആൾക്കാർ ശരിയല്ല. See the problems. എപ്പോഴും പ്രോബ്ലം കണ്ടുകൊണ്ടിരിക്കും, അതിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, ചുറ്റുപാടുകളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, സർക്കാരിനെ കുറ്റം പറയും, വ്യവസ്ഥിതികളെ കുറ്റം പറയും. A winner believe in win-win. Win-win എന്ന് പറഞ്ഞാൽ നമ്മൾ വിജയിക്കുമ്പോൾ മറ്റുള്ളവരെ കൂടെ വിജയിപ്പിക്കുക, കൂട്ടായി വിജയിക്കുക, മറ്റുള്ളവരുടെ വിജയം ഉണ്ടാകുമ്പോൾ നമ്മൾ വിജയിക്കുക. അതാണ് വിൻ-വിൻ എന്ന് പറയുന്നത്. മോഡി കെയർ ഈസ് എ വിൻ-വിൻ ബിസിനസ്. But a loser believe that for them to win, someone has to lose. മറ്റുള്ളവരെ പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരാണ് എപ്പോഴും തർക്കിക്കുന്നത്. തർക്കിച്ചൊരാളിനെ തോപ്പിച്ചു കഴിയുമ്പോൾ ഞാൻ വിജയിച്ചെന്ന് അയാൾ പറയും. ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെയുള്ള ബിസിനസ് അല്ല മോഡി കെയർ ബിസിനസ്. നിങ്ങൾക്കൊരു 4 പേരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ you are a great winner. This is the win-win situation in direct selling and Modi care. ഒരു winner stand firm on values but compromise on petty things. But a loser stand firm on petty things but compromise on values. എന്ന് പറഞ്ഞാൽ ഒരു വിന്നർ ചെറിയ ചെറിയ കാര്യങ്ങളോട് എപ്പോഴും ക്ഷമിക്കുകയും ഡോണ്ട് മൈൻഡ് അങ്ങനെയുള്ള ആളായിരിക്കും. പക്ഷേ എപ്പോഴും മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ആളായിരിക്കും. ട്രസ്റ്റ്, റെസ്പെക്ട് ആൻഡ് ലവ്. ഒരു ടീം ഉണ്ടാക്കണം, ആ ടീമിനെ നിലനിർത്തണമെങ്കിൽ ട്രസ്റ്റ്, വിശ്വാസം, റെസ്പെക്ട്, പരസ്പര ബഹുമാനം, ആൻഡ് ലവ്, സ്നേഹം, ഇത് മൂന്നുമാണ് ഒരു ടീമിനെ പിടിച്ചു നിർത്തുന്നത്. പക്ഷെ ഒരു ലൂസർ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയും ടീമിനെ കുറ്റപ്പെടുത്തും, അപ്ലയൻസിനെ കുറ്റപ്പെടുത്തും. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കയറി പിടിച്ചു തോന്നും. വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു വിലയും കൽപ്പിക്കത്തില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കത്തില്ല, അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യത്തില്ല. പെറ്റി തിങ്സിലാണ് തൂങ്ങിക്കിടക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ വാല്യൂസിന് എപ്പോഴും കുറച്ച് കാണിക്കും. അവർ പറയും, ഒരു കക്ഷത്ത് മോഡി കെയർ ഇരുന്നോട്ടെ, വേറൊരു കക്ഷത്ത് വേറൊന്നിരുന്നോട്ടെ. മോഡി കെയർ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ആഡഡ് ബിസിനസ്സാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന ടീമുകൾ നിങ്ങളോടൊപ്പം നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ്സിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു, നിങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളു ചെയ്യുന്നു, നിങ്ങൾ ഇത് മാത്രമാണ് ചെയ്യുന്നതെന്നും നിങ്ങളുടെ ടീമിന് ബോധ്യം വരണം. എന്നാൽ ഈ ട്രസ്റ്റ്, റെസ്പെക്ട് ആൻഡ് ലവ് ഉണ്ടാക്കി ടീമുകളെ കൂടെ നിർത്തി നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. എവിടെയെങ്കിലും നിങ്ങൾക്ക് പരാജയം പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ട്രസ്റ്റ്, റെസ്പെക്ട് ആൻഡ് ലവ്. എവിടെയാണോ ട്രസ്റ്റ് പോകുന്നത് അവിടെ റെസ്പെക്ട് പോകും. എവിടെയാണോ റെസ്പെക്ട് പോകുന്നത് അവിടെ സ്നേഹമില്ലായ്മയാവും. അവിടെ ടീം ബോണ്ട് ഉണ്ടാവില്ല, ടീം വർക്ക് ഉണ്ടാവില്ല. പിന്നെ നിങ്ങളെ കാണുമ്പം ഒന്ന് പറയും, നിങ്ങൾ അങ്ങോട്ട് തിരിയുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് വേറൊന്ന് പറയും. ഈ 3 നഷ്ടപ്പെട്ട ഒരു വിന്നർ എപ്പോഴും ഈ വാല്യൂസ് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു ലൂസർ എപ്പോഴും ഈ വാല്യൂസ് നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. വർക്ക് ദാറ്റ് ആൾവേസ് വർക്ക്സ്. എ വിന്നർ ചിന്തിക്കുന്നതാണ്. പ്രവൃത്തി, ഞാൻ ഹാർഡ് വർക്ക് ചെയ്താലേ എനിക്ക് വിജയിക്കാൻ കഴിയൂ. തീർച്ചയായും എൻ്റെ പ്രവൃത്തികളാണ് എൻ്റെ വിജയത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത്.
പക്ഷെ ഒരു ലൂസർ എന്ന് പറഞ്ഞാൽ നോ വർക്ക്, ഓൺലി ഡയലോഗ് വർക്ക്സ്. അവിടെ വർക്ക് ചെയ്യുന്ന ഡയലോഗുകളായിരിക്കും, ചുമ്മാ ഡയലോഗ് അടിക്കും, കാര്യങ്ങൾ നടക്കത്തില്ല. പേഴ്സണൽ ബീവ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ ലോയൽറ്റി ചെയ്യുന്നുണ്ടാവില്ല. പേഴ്സണൽ ബീവ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കൃത്യമായി 15-ാം തീയതി ചെയ്തിട്ടുണ്ടാവില്ല, 100 PV ചെയ്തിട്ടുണ്ടാവില്ല. ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാര്യം അവർ തന്നെ സ്വന്തമായിട്ട് ഇത് ചെയ്യുന്നില്ല, സ്വന്തമായി വീട്ടിൽ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടാവില്ല, മാർക്കറ്റ് ചെയ്യുന്നുണ്ടാവില്ല, ഒരു ബിസിനസ് ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ടാവില്ല. ചുമ്മാ ഓടിക്കറന്ന് പറഞ്ഞ് നടക്കുക. ലൂസേഴ്സ്. എ വിന്നർ ഇസ് എ സെല്ലർ ഓഫ് ഹോപ്സ്. ഒരു വിന്നർ എന്ന് പറഞ്ഞാൽ എപ്പോഴും മറ്റുള്ളവർക്ക് പ്രതീക്ഷകൾ നൽകുന്ന ആളായിരിക്കണം. ആ പ്രതീക്ഷകളാണ് ഓരോ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. എത്ര പരാജയപ്പെട്ട് കിടക്കുമ്പോഴും പ്രതീക്ഷകളില്ലാത്ത മനുഷ്യൻ, അവന് ഒരു അടി പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ എത്ര പരാജയപ്പെട്ട് കടന്നാലും ശരി തന്നെ അവന്റെ പ്രതീക്ഷകളെ അവൻ ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ, ആ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരാളായിട്ട്, ഒരു ലീഡറായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് പരാജയത്തിൽ നിന്ന് നിങ്ങളുടെ ടീമിനെ കൈപിടിച്ചുയർത്തി വൻ വിജയത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ട് എത്തിക്കാൻ കഴിയും. കാര്യം ഒരു ലീഡർ എപ്പോഴും ഒരു സെല്ലർ ഓഫ് ഹോപ്പ്, പ്രതീക്ഷകളുടെ കച്ചവടക്കാരനായിരിക്കണം. എല്ലാവർക്കും പ്രതീക്ഷകൾ നൽകണം. പക്ഷെ ഒരു ലൂസർ എപ്പോഴും നിരാശയുടെ കച്ചവടക്കാരനായിരിക്കും. അവന്റെ മുഖം കണ്ടാൽ തന്നെ പിന്നെ ഒന്നും ചോദിക്കാനും പറയാനും പറ്റൂല, ആരും ചേരാനും തോന്നൂല മോന്ത കണ്ടു കഴിഞ്ഞാൽ തന്നെ. ഹലോ ഹലോ മനസ്സിലാവുന്നുണ്ട്. ഒരു വിന്നർ എന്ന് പറഞ്ഞാൽ പെർസിസ്റ്റന്റ് ആയിരിക്കും, ക്ഷമയോടും സ്ഥിരോത്സാഹത്തോടെയും ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയിക്കുന്നിടം വരെ തുടർച്ചയായി പൊരുതുന്നവനായിരിക്കും. അവനൊരു പോരാളിയായിരിക്കും. എപ്പോഴും പോരാടുമ്പോൾ അവന്റെ ആത്മവിശ്വാസം അവന്റെ മുഖത്ത് നിഴലിക്കും. ആ ആത്മവിശ്വാസം കണ്ടിട്ടായിരിക്കും കൂടുതലുള്ള ആൾക്കാരും ഒപ്പം നിന്ന് പോരാടുന്നത്, പൊരുതുന്നത്. കാര്യം വിജയം മോദി കേരള സക്സസ് ആണ്. അതിനുവേണ്ടി പോരാട്ടങ്ങൾ ഇവിടെ ആവശ്യമാണ്. നമ്മുടെ ചുറ്റും ധാരാളം നെഗറ്റീവായിട്ടുള്ള ധാരാളം ഫോഴ്സസ് ഉണ്ടാവും. അതിനെയൊക്കെ നമുക്ക് പരാജയപ്പെടുത്തി നമുക്ക് നമ്മുടെ ടീമിനും ഒപ്പം വിജയിച്ച് കയറണം. കൂടെ നിൽക്കുന്ന ആൾക്കാർ വരെ നമ്മളെ ഡിസ്കറേജ് ചെയ്ത് പിന്നോട്ട് അടുപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും, ടീമിലുള്ള ആൾക്കാരുണ്ടാവും, കുടുംബത്തിലുണ്ടാവും. അവിടെയൊക്കെ നമ്മൾ പെർസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരോത്സാഹത്തോടെ നിന്ന് പൊരുതിയേ പറ്റൂ. ഒരു ലൂസർ എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പം ഒരു കിറ്ററായിരിക്കും, വിട്ടിട്ട് പോകുന്നവനായിരിക്കും. എപ്പോഴും വിട്ടുകൊണ്ടേയിരിക്കും, വിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. അവന്റെ ജീവിതത്തിൽ ഒരിക്കലും അവനൊരു വിജയം ഉണ്ടാക്കാൻ കഴിയില്ല. വിജയം ഉണ്ടാക്കിയാൽ പോലും അവനത് സ്ഥായിയായി അനുഭവിക്കാൻ കഴിയില്ല. കാര്യം അവൻ കിറ്ററാണ്, അവിടുന്നും അവൻ വിട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു ലൂസർ, ഒരു വിന്നർ എന്ന് പറയുന്നത് എന്ത് പ്രതിസന്ധി വന്നാലും ശരി തന്നെ കമ്മിറ്റ്മെന്റോടുകൂടി നിന്ന് പൊരുതുന്നവനായിരിക്കും. തീർച്ചയായും ഡിയർ ഫ്രണ്ട്സ്, ഇത്തരം ക്വാളിറ്റീസ് നിങ്ങളുടെ ബിസിനസ് വിജയത്തിന് മാത്രമല്ല, നമ്മുടെ ജീവിത വിജയത്തിനും നമ്മുടെ കുടുംബ വിജയത്തിനും തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടും. കണ്ടില്ലേ, ഒരു അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ആൾ എപ്പോഴും അവന്റെ പരാജയങ്ങളെ ചുമലിലേന്തി അല്ലെങ്കിൽ തലയിലേന്തി നടക്കുന്നവനായിരിക്കും. പക്ഷെ ഒരു വിന്നർ എന്ന് പറയുന്നത് പരാജയങ്ങളിൽ നിന്നും പുതിയ പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് ആ പരാജയങ്ങൾ ചവിട്ട് പടികളാക്കിക്കൊണ്ട് മുന്നേറാൻ തയ്യാറായി വന്ന് നിൽക്കുന്നവനാരൊരു വിന്നർ എന്ന് പറയുന്നത്. മോദി കേരള വിജയിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു വിന്നർ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. നിങ്ങൾക്ക് ഏവർക്കും ആറ്റിറ്റ്യൂഡ് ഉണ്ടായി തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയണ്ടേ. ബി എ വിന്നർ ഓർ ലൂസർ, ഇറ്റ്സ് എ ചോയ്സ്. ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നമ്മുടെ ഒരു ചോയ്സാണ്. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയായിട്ട് ലേന മനോജിനെ തിരഞ്ഞെടുത്തത് എൻ്റെ ജീവിതത്തിൽ ഒരു ചോയ്സാണ്. മോഡി കെയർ എൻ്റെ ജീവിതത്തിലെ പാർട്ട് ടൈം ഇൻകമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് എൻ്റെ ജീവിതത്തിലെ ഒരു ചോയ്സാണ്. വേണമെങ്കിൽ ലേന മനോജുമായിട്ട് ആദ്യത്തെ മാസങ്ങളിലോ ആദ്യത്തെ വർഷങ്ങളിലോ അടിച്ചു പിരിഞ്ഞ് വേണമെങ്കിൽ ജീവിക്കാമായിരുന്നു. പല ലേന മനോജുമാരോടൊപ്പം കമ്മിറ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് വർഷങ്ങൾ ജീവിതത്തിൽ സന്തോഷമില്ലാതെ തള്ളി നീക്കാമായിരുന്നു. മോഡി കെയർ അല്ലാതെ പല ബിസിനസ്സുകളിൽ നമുക്ക് ഇങ്ങനെ മാറി നടന്നുകൊണ്ട് ഒന്നും നേടാൻ കഴിയാതെ നേടിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട് അങ്ങനെയുള്ള പ്രയാസങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ പറയുന്നു. ഇന്നും എന്നെ ഒരു ലീഡർ ഇങ്ങനെയുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ എന്നോട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പല പരാജയങ്ങളിൽ പോയി പെട്ടിട്ട് ആ പരാജയങ്ങളും കൂടെ കൊണ്ട് നടന്നുകൊണ്ട് വീണ്ടും പരാജയങ്ങൾ എന്ന് പറയുന്ന വിലപിക്കുന്ന ആൾക്കാരെ ധാരാളം കാണും. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ജീവിക്കാൻ കഴിയും. പക്ഷേ ഇറ്റ്സ് എ ചോയ്സ്, നമ്മുടെ ചോയ്സാണ്. ബി എ വിന്നർ ഓർ ലൂസർ, ഇറ്റ്സ് യുവർ ചോയ്സ്. വിജയിക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചതുകൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും
ഡയമണ്ട് ക്ലബ്ബ് ഒരു ക്ലിയർ കട്ട് പ്ലാറ്റ്ഫോമാണ്. വിജയിച്ച ആൾക്കാരുടെ ട്രെയിനിങ്ങുകൾ, വിജയിക്കേണ്ട പാതകൾ, വിജയിക്കേണ്ട ചിന്തകളൊക്കെ തന്നെ നമ്മളെ ഇവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ട്.